നാളെ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കുറച്ച് പൈസക്ക് വേണ്ടി 40 വിളി വിളിച്ചാണ് ഞാൻ ഇരുത്തിയിരിക്കുന്നത്. ഇത് എനിക്ക് മാത്രമല്ല നിങ്ങളൊക്കെ അനുഭവമാണ്. നമ്മൾ ഓരോരുത്തർ വന്ന് ചോദിച്ചുമ്പോൾ നമ്മളെ ബന്ധത്തിൻ്റെ പുറത്ത് പോലെയായിട്ടുള്ള റിലേഷൻ്റെ പുറത്ത് നമ്മളെടുത്ത് കൊടുക്കും. നാളെ തരാം അല്ലെങ്കിൽ മറ്റന്നാളെ തരാം സെറ്റാക്കാന്ന് പറഞ്ഞൊരു പോക്കാണ് പോയിട്ട് പിന്നെ ഓരോരു വിവരം ഉണ്ടാക്കും. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ അട്ടിട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ പാത ചെയ്യുന്നോ ഒരു തരല്ലേ, നമുക്ക് സ്വന്തമായിട്ട് റിസർവ് ബാങ്കൊന്നും ഇല്ല. ഞാനല്ല എല്ലാവരുടെ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങളായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് 100 അല്ലെങ്കിൽ 500 എടുത്തു തരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു ആവശ്യങ്ങൾക്ക് മാറ്റി വെച്ച പൈസ എന്നാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്, അല്ലാതെ നമ്മൾ കുറേ അട്ടിട്ട് ചെയ്യുന്ന എടുത്തു തരില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താ വെച്ചാൽ അത് എന്നാ പറഞ്ഞ ഡേറ്റിന് അല്ലെങ്കിൽ സമയത്തിന് തിരിച്ചു തരാൻ വേണ്ടി നോക്കും. തിരിച്ചു തരാൻ ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമം ഫോണെങ്കിലൊന്ന് എടുത്ത് വിളിച്ചു എന്നിട്ട് കാര്യങ്ങൾ പറയും. അല്ലാതെ വെറുതെ ആളിട്ട് കാണും ഇങ്ങനെ ഒരുമാതിരി മറ്റീകാക്കരുത്. അത് 100 റുപ്യാണ് 200 റുപ്യാണ്. നമ്മൾ ഈ 10-15 കൊല്ലമുള്ള ബന്ധങ്ങളാണ് ഓരോരുത്തരായിട്ടുള്ളത്. നമ്മൾ ഈ 500-ൻ്റെ 1000-ൻ്റെ 2000-ൻ്റെ പേരിൽ വെറുതെ എന്തിനാണ് നാശാക്കുന്നത്? അപ്പോൾ കൊടുത്ത പൈസ 10 റുപ്യാണെങ്കിലും അത് കൃത്യസമയത്ത് വാങ്ങിയ പൈസ അത് ആരത്താഴ്ച തിരിച്ച് ഏൽപ്പിക്കുക. എന്നാൽ ആ ഒരു ബന്ധം നിലനിൽക്കും. നമ്മളിപ്പോൾ ഒരാളെന്നല്ലെങ്കിൽ മറ്റൊന്ന് വാങ്ങിക്കാണ്ട് തിരിച്ചു കൊടുക്കാൻ നോക്കി കൃത്യസമയത്ത്. ഞാൻ 1-ാം തീയതിക്ക് ആവശ്യമുള്ള പൈസയാണ്. അപ്പോൾ എനിക്കത് പറ്റില്ല. ആ സമയത്ത് എനിക്ക് വേറെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും റോൾ ചെയ്യണം. അപ്പോൾ എന്തിനാണ് നമ്മൾ കാരണം ബാക്കിയുള്ള കടക്കാരാക്കുന്നത്? അപ്പോൾ ആ കാര്യം എല്ലാവരും ചിന്തിക്കുക. നമ്മളൊരാളിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 5-ാം തീയതി 2-ാം തീയതി എന്നാൽ ഡേറ്റ് പറഞ്ഞാൽ അന്ന് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമം വിളിക്കുമ്പോൾ പോകണമെങ്കിലും ഒന്ന് എടുത്താൽ കാര്യങ്ങൾ പറയും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക.